ശരിക്കും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലുള്ള ഒരു സാധനം. എന്തോരം കുട്ടികളാണ് ഇവിടെ. ഇന്ന് നമ്മൾ ജോർജിയയിലുള്ള ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന SU യൂണിവേഴ്സിറ്റി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. ജോർജിയയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അന്വേഷിക്കുന്ന യൂണിവേഴ്സിറ്റിയും SU തന്നെയാണ്. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് യൂണി ജോർജിയയുടെ 4ാമത്തെ ദിവസമാണ്. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡന്റ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ഞാൻ രാവിലെ തന്നെ SU കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാൻ നിൽക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്താണ് റുസ്താവലി മെട്രോ. അപ്പോൾ ഞാൻ മെട്രോ കയറിയിട്ട് അരഗുലി മെട്രോ ഇറങ്ങാന്ന് വിചാരിച്ചു. അരഗുലി മെട്രോ ഒന്ന് വെറും 3 മിനിറ്റ് നടക്കാനുള്ള SUവിൽ. സാധാരണ കുട്ടികളൊക്കെ വരുന്നത് ഈ ഒരു റൂട്ട് ആയതുകൊണ്ട് ആ റൂട്ടിൽ തന്നെ പോകാമെന്ന് ഞാൻ വിചാരിച്ചു. മെട്രോ ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി കാണാൻ പറ്റും. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് അരഗുലി മെട്രോ ആണ്. അതിന്റെ തൊട്ട് പിന്നിലാണ് SU യൂണിവേഴ്സിറ്റി. SU യൂണിവേഴ്സിറ്റി റോഡിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ക്യാമ്പസ് അല്ല SU. ഞാൻ യൂണിവേഴ്സിറ്റിന്റെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണിത്. ഞാനുള്ളത് SUവിലാണ്, അതായത് ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ SU ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചു, മലയാളികൾ ചോദിച്ചിരിക്കുന്ന യൂട്യൂബിലായാലും കമൻറ്റിലായാലും അതേപോലെ തന്നെ അല്ലാതെ പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ് SU. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് SU മുഴുവനും ചുറ്റി കാണാം. യൂണിവേഴ്സിറ്റിയും അവരുടെ എഡ്യൂക്കേഷനും ക്ലിനിക്കൽസും ക്ലാസ് റൂമുകളും കുട്ടികളുടെ റിവ്യൂവും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ താഴെ ഒരു ലോബി പോലെയാണ്, ഒരു ഫ്രീ സ്പേസ്. ഇത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് പോലെ കുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും റഷാണ് ഇവിടെ. ഞാൻ ഉള്ളിലേക്ക് പോവാണ്. SU എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് കാണിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. അവിടുന്ന് സ്റ്റെപ്പ് കയറി ആ ബിൽഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു പാസേജിലൂടെ കയറി കഴിഞ്ഞാലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ബ്ലോക്കിൽ എത്തുന്നത്. ഇവിടെ ഒരുപാട് വഴികളുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് നടന്നതിന് ശേഷം പറഞ്ഞുതരാം. ഭയങ്കര റഷാണ്, ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഈ യൂണിവേഴ്സിറ്റിയിലൂടെ നടക്കുന്ന സമയത്ത് എനിക്ക് കിയൂർ ചന്തക്ക് പോയ പോലെയാണ് തോന്നുന്നത്. അത്രയും കുട്ടികളുണ്ട് അവിടെ. ആ പാസേജ് അങ്ങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലാണ് നമുക്ക് SU യൂണിവേഴ്സിറ്റിന്റെ ഒരു രൂപം മനസ്സിലാവുക. അതായത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് മാൾ പോലെ ഇരിക്കും. നടുവിലൊരു വലിയ ഫ്രീ സ്പേസും ചുറ്റും ബിൽഡിങ്ങുകളായിട്ട്. അതെന്താ യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ എന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പണ്ട് ഇതൊരു ഷോപ്പിംഗ് മാളായിരുന്നു, പിന്നീട് അത് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റിയതാണ്. SUവിന്റെ സ്റ്റാഫ് നമ്മുടെ കൂടെ ഉണ്ട്. നടുവിൽ കണ്ട കോട്ടയാടില്ല, ആ കോട്ടയാട് പോലുള്ള ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി കണ്ട ഒരു 4 കെട്ട് പോലുള്ള ഒരു സാധനമല്ല, ഒരു ശരിക്കും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലുള്ള ഒരു സാധനം. എന്തോരം കുട്ടികളാണ് ഇവിടെ. അവിടെ കുട്ടിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ കുറേ സീറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും SUവിന്റെ ഇന്റീരിയർ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ആ ലെവല് ക്ലാസ് ഇന്റീരിയർ ആണ്. ശരിക്കും ഞാൻ നിൽക്കുന്ന ഈ ഒരു ഫ്രീ സ്പേസ് ആണ് അവരുടെ ഓഡിറ്റോറിയം. അവിടെ സ്റ്റേജ് ഒക്കെ ഉണ്ട്. അതായത് എന്തെങ്കിലും പരിപാടിയൊക്കെ ാണെങ്കിൽ ഇവിടെ നിന്നാണ് അവർ കണ്ടക്ട് ചെയ്യാറ്. മലയാളികളും അതുപോലെ തന്നെ ജോർജിയൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളുള്ള ഒരു വലിയ ക്യാമ്പസ് ആണ് SUവിന്റെ. ഞങ്ങൾ അങ്ങനെ അവിടുന്ന് നേരെ കോൺഫറൻസ് ഹാളിലേക്ക് പോയി. ഒരു വലിയൊരു കോൺഫറൻസ് ഹാൾ, വലിയ സ്ക്രീനും 350 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ളത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാൾ ഉണ്ടാക്കുന്ന സമയത്ത് തിയേറ്ററിന് വേണ്ടി എടുത്തുള്ള സ്പേസ് ആണത്. അതിനു വേണ്ടി ചെയ്തേക്കുന്ന ഇന്റീരിയർ ആണ് പിന്നെ കോൺഫറൻസ് റൂം ആക്കിയത്. അവിടുത്തെ ഫർണിച്ചർ ആണെങ്കിലും സ്പേസിംഗ് ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും പ്രൊജക്ടർ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഈ കോൺഫറൻസ് ഹാളിൽ കുട്ടികൾക്ക് സാധാരണ ജനറൽ ലെക്ചേഴ്സ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ അതൊരു രക്ഷയില്ലാത്ത കോൺഫറൻസ് ഹാളായിരുന്നു കേട്ടോ. ഇത്രയും വലിയൊരു കോൺഫറൻസ് ഹാള് ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ കാണുന്നത്. SUവിൽ MBBS അല്ലാത്ത വേറെ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പൊ അതിന്റെ കുട്ടികളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ആ ഒരു കോൺഫറൻസ് ഹാളും കണ്ട് മുകളിലെ നിലയിലേക്ക് പോയി. അടുത്ത നിലയിലെത്തിയപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു എക്സാമിനേഷൻ സെന്റർ ആയിരുന്നു. അത് എത്ര വലിയ എക്സാമിനേഷൻ സെന്റർ ആണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. 300 ആളുകൾക്ക് ഒന്നിച്ച് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ സെന്റർ ആണ്. SUവിൽ സാധാരണ എക്സാം എല്ലാം ഓൺലൈൻ MCQ എക്സാമുകളാണ്. ചിലത് ഓപ്പൺ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മുടെ പോർട്ടൽ ലോഗിൻ ചെയ്തിട്ട് കമ്പ്യൂട്ടറിലാണ് എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ സെന്ററിലാണ് കുട്ടികൾക്ക് എക്സാമിനേഷൻസ് എല്ലാം ഉണ്ടാവാറ്. അല്ലാതെ പെൻ ആൻഡ് പേപ്പർ എക്സാം ഇവിടെ വളരെ കുറവാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് മലയാളി സ്റ്റുഡൻസ് കണ്ടതാണ്. നിങ്ങളിവിടെ പഠിക്കാം? ഏത് പേരില്ല? എന്താ പേര് പറഞ്ഞ പേര്? ഞാനതിന് പേരല്ലേ ചോദിച്ചിട്ടുള്ളൂ. മിഥുൻ. ആ, എന്താ പേര്? നിലോഫർ. ഓക്കെ, എങ്ങനെയുണ്ട് SU? ജസ്റ്റ് നിങ്ങൾ ഒപ്പീനിയൻ പറഞ്ഞത്. ഇപ്പോഴും ട്രാൻസ്ഫർ ചെയ്താണ്. ഏത് ഇയറിനാണ് ട്രാൻസ്ഫർ ചെയ്തത്? ഫസ്റ്റ് ഇയർ. ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? കാർക്കി എന്നാണ്. കാർക്കി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് SU? ആ, എക്സാം എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് എത്ര മണി മുതൽ എത്ര മണി വരെ അങ്ങനെ കണ്ട? പിടിച്ചോ? ചൂസ് ചെയ്യാം ഏത് ടൈമിൽ വേണം. ആ, നമുക്ക് ചൂസ് ചെയ്യാം. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഏത് ടൈമിൽ വേണം? ചിലപ്പോൾ 8 മണി വരെ ആക്കാം, ചിലപ്പോൾ 6 മണി വരെ ആക്കാം. നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ വെള്ളിയാഴ്ച വേണമെങ്കിൽ വെള്ളിയാഴ്ച ഒഴിവാക്കാം. അപ്പോൾ
വേറെ ദിവസം സ്ലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ എത്ര മണി മുതൽ എത്ര മണി വരെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് തന്നെ സ്ലോട്ട് ചൂസ് ചെയ്യാം. മാക്സിമം 10 o'clock വരെ ചിലപ്പം ക്ലാസ്, നൈറ്റ് 10 o'clock വരെ. ഓക്കെ. ഞങ്ങൾ അടുത്ത ഫ്ലോറിലെത്തിയ സമയത്ത് അവിടെ ഒരു ജിമ്മും സ്വിമ്മിംഗ് പൂളും പണി നടക്കണ്ടായിരുന്നു. അത് രണ്ടും കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരുന്നില്ല, അതിന്റെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പൂളിന്റെയും ജിമ്മിന്റെ ഒക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് എത്രമാത്രം ഫീസിബിൾ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഇത്രയും കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പൂളുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത് പോവാം. ഇവിടെ ഉണ്ടല്ലേ, ഞാനിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലുള്ളത്. ഞാൻ ഇതെല്ലാം നടന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട്. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ക്ലാസ് റൂം കണ്ട്. ശരിക്കും നമ്മൾ നേരത്തെ കണ്ട തിയേറ്റർ പോലെ ഉണ്ടായിരുന്നു, മുകളിലേക്ക് ബാൽക്കണി പോലെ ബെഞ്ചിട്ടിട്ട്. ഇവിടെ ഞാൻ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ച കാര്യം, ക്ലാസ്സുകളിലെല്ലാം കുട്ടികൾ കുറവായിരുന്നു. അത് ക്ലാസ്സുകളിൽ കുട്ടികളുടെ എണ്ണം കുറവായോണ്ടല്ലട്ടാ, ഇവിടെ ലെക്ചർ ക്ലാസ്സുകൾ കമ്പൽസറി അല്ല, സെമിനാർ ക്ലാസ്സുകൾ മാത്രമേ കമ്പൽസറി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലെക്ചർ ക്ലാസ്സുകൾ ഭൂരിഭാഗം കുട്ടികൾ സ്കിപ്പ് ചെയ്യും. ഇവിടെ മാത്രമല്ല, ജോർജിയയിലുള്ള ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്തതിൽ നിന്നും കുട്ടികളോട് സംസാരിച്ചതിൽ നിന്നും ഇവിടെ വന്നതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ ഒരു യൂണിവേഴ്സിറ്റി വളരെ ഫ്രീ ആയിട്ട് കുട്ടികളെ വിടുന്ന, അധികം സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുപോകാത്തൊരു യൂണിവേഴ്സിറ്റിയാണ്. എസ്യുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതിന്റെ ക്ലാസും എഡ്യൂക്കേഷൻ സിസ്റ്റവും എക്സാമിനേഷൻ സിസ്റ്റവും മാർക്കിംഗ് സിസ്റ്റവും ഫീസും എക്സ്പെൻസും അവിടെ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസിന്റെ റിവ്യൂവും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഇടുന്നുണ്ട്. അത് റിലീസ് ചെയ്ത് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ വരാന്തയിലൂടെ നടക്കുകയായിരുന്നു. പല ക്ലാസ്സും നടക്കുന്നതുകൊണ്ട് ഞാൻ ക്ലാസിന്റെ ഉള്ളിലേക്ക് കയറിയില്ല, പുറത്തുനിന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇന്ത്യൻസ് ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. അതൊന്നും ഇന്ത്യൻ ടീച്ചർ അല്ല, ജോർജിയൻ തന്നെയാണ്. അപ്പോൾ ക്ലാസ് റൂമുകളൊക്കെ ഇതുപോലെ ഗ്ലാസ് ആണ് ഫുള്ള് പുറത്ത്. അപ്പോൾ നമുക്ക് കാണാം എസ്യുവിൽ ശരിക്കും ഒരു ക്ലാസ്സിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമല്ല ഉണ്ടാവുക, ചിലപ്പോൾ ലെബനോൺ കുട്ടികളും അറബ് സ്റ്റുഡൻസും നൈജീരിയൻ സ്റ്റുഡൻസും ഫലസ്തീനി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. ചില ക്ലാസ്സുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമായിട്ടുള്ളതുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ബാച്ച് നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കണ്ട് മുകളിലെ ഫ്ലോറിലേക്ക് പോയി. നമുക്ക് ഷോപ്പിംഗ് മാളിൽ കാണാൻ പറ്റില്ല, അതായത് ഓരോ കടകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് മൊത്തം കാണുന്നത്. ശരിക്കും മുകളിൽ നോക്കുന്ന സമയത്താണ് ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുന്നത്. യമണ്ടൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫ്ലോറിലൂടെ നടക്കുന്ന സമയത്ത് BBA കുട്ടികൾക്കോ മറ്റുള്ള ഒരു കമ്പ്യൂട്ടർ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലാബ് അടിപൊളിയായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ സ്ക്രീനൊന്നും ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ബേസിക് C ആണ് അവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കണ്ട് മുകളിലെ ഫ്ലോറിലേക്ക് പോയി. എല്ലാ ഫ്ലോറും ഇതുപോലെ തന്നെയാണ്, ഫ്ലോറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ക്ലാസ് റൂംസ് ഒക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഞാൻ കാണിച്ചത്. ഞങ്ങളങ്ങനെ ഓരോ ഫ്ലോറിലേക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ചെറിയ ക്ലാസ്സുകളും വലിയ ക്ലാസ്സുകളും കൂടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അതായത് ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ സെമിനാറിന്റെ ക്ലാസ്സുകളാണ്. ഒരു ബാച്ചിൽ ആകെ 12 to 15 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം 15 കുട്ടിക്ക് ഇരിക്കാനുള്ള ചെറിയ ക്ലാസ് മതിയല്ലോ സെമിനാറിന്. വലിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ ലെക്ചറിന്റെ ക്ലാസ്സുകളാണ്. കാരണം സെമിനാർ എന്ന് പറഞ്ഞാൽ ഓരോ ബാച്ചിനും സെപ്പറേറ്റ് ആണ്. അതേസമയത്ത് ലെക്ചർ എന്ന് പറയുന്നത് 3 ബാച്ചിനൊക്കെ ഒന്നിച്ചുണ്ടാവും. അതായത് ഓൾമോസ്റ്റ് 30 to 40 കുട്ടികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വലിയ ക്ലാസ് വേണമല്ലോ അതിന്. അപ്പോൾ ലെക്ചറിന് 30-40 പേര് ഉണ്ടാവും എന്ന് പറഞ്ഞത് അത്രയും പേരെ ഉൾക്കൊള്ളിക്കാനുള്ള ക്ലാസ് വേണം. പക്ഷെ 30 പേരും വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെക്ചർ കമ്പൽസറി അല്ല. സെമിനാറിന് മാത്രമേ അറ്റൻഡൻസ് ഉള്ളൂ, സെമിനാറിൽ മാത്രമേ അസസ്മെന്റ് ഉള്ളൂ. അതുകൊണ്ട് കുട്ടികൾ അതേ അറ്റൻഡ് ചെയ്യാറുള്ളൂ. പിന്നെ നല്ല വൃത്തിക്ക് പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിന്റെ ലെക്ചർ ആണെങ്കിൽ മോസ്റ്റ് സ്റ്റുഡൻസ് ഒക്കെ കയറും. ഞങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ ഓരോ ഫ്ലോറിലൂടെ നടക്കുന്ന സമയത്തും എല്ലാ ക്ലാസ്സും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ക്ലാസ് റൂമിന്റെ ഉള്ളിൽ കാര്യമുണ്ട്. ആ ഒരു ക്ലാസ്സിൽ ഫുള്ള് ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിരുന്നു. ഒരു സെമിനാറിന്റെ ക്ലാസ് ആണത്, ചെറിയ ക്ലാസ് ആണ്. സെമിനാർ ആയതുകൊണ്ടായിരിക്കണം ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് ഒക്കെ ആ ക്ലാസ്സിൽ പ്രസന്റ് ആയിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെമിനാറിന് അറ്റൻഡൻസ് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ ഡെയിലി അസസ്മെന്റ് ഉണ്ടാവും. അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്വിസ് ആയിരിക്കും, അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിരിക്കും, അതല്ലെങ്കിൽ വൈവ ചോദിക്കുന്നതായിരിക്കും. അസസ്മെന്റ് സാധാരണ 20 മാർക്കിലാണ് ഉണ്ടാവുക. അതിൽ മിനിമം മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. എല്ലാ ക്ലാസ്സിലും ടീച്ചർ അസസ്മെന്റ് ചെയ്തൊന്നും വരില്ല. ചില ക്ലാസ്സുകളിലൊക്കെ ടീച്ചർ കുട്ടികളുടെ പെർഫോമൻസ് അനുസരിച്ച് അങ്ങ് മാർക്ക് ഇടും. ആ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾ iPad യൂസ് ചെയ്തിട്ടായിരുന്നു പഠിക്കണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ക്ലാസിന്റെ ഒരു രൂപം. ഈ ഒരു യൂണിവേഴ്സിറ്റി നടന്ന് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണ്. അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞാൻ ജോർജിയയിൽ കണ്ടിട്ടില്ല. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലും അതിലും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്നാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ഇതുവരെ കോണിപ്പടിയൊക്കെ കയറിയിട്ടാണ് മുകളിലോട്ടും താഴോട്ടും പോയത്. ഇനി ഒന്ന് ലിഫ്റ്റ് കയറി വെക്കാന്ന് വിചാരിച്ചു. ആ ലിഫ്റ്റിൽ നിൽക്കുന്ന സമയത്തും യൂണിവേഴ്സിറ്റി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ലിഫ്റ്റ് ട്രാൻസ്പെറന്റ് ആണ്, അപ്പോൾ നമുക്ക് താഴെ കാണാം. അടുത്ത ഫ്ലോറിലെത്തിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തു നോക്കിയ സമയത്ത് താഴെന്ന് കുട്ടികൾ ബാഡ്മിന്റൺ കളിക്കുന്നുണ്ടായിരുന്നു. അതായത് യൂണിവേഴ്സിറ്റിയിൽ കളിക്കാനുള്ള സൗകര്യമൊക്കെ പല ഭാഗത്തായിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറിയിലേക്കാണ്. ലൈബ്രറിയുടെ പുറത്ത് അവിടെ ഒരു ലൈബ്രറി അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ഉണ്ടായിരുന്നു. നമ്മൾ ബുക്കുകൾ എടുക്കുകയാണെങ്കിലും തിരിച്ചു വെക്കുകയാണെങ്കിലൊക്കെ അത് എൻറോൾ ചെയ്യാൻ വരേണ്ടത് ഇവിടെയാണ്. ലൈബ്രറിന്റെ ഉള്ളിൽ കയറിയപ്പോൾ സത്യം പറയല്ല, എന്റെ കിളി പോയി. ഐറ്റ ലെവൽ ലൈബ്രറി ആയിരുന്നു. SUവിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടാൻ പോകുന്നത് ഈ ലൈബ്രറി ആയിരിക്കും. മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ലൈബ്രറി പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെക്കാളും
കൂടുതൽ നോളജ് ഉണ്ടാവും. അവിടെ നടുവിൽ ചെടികളൊക്കെ വെച്ച് ചുറ്റുഭാഗത്ത് ഇരുന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ലൈബ്രറി ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചേംബർ റൂമുകൾ അവിടെ ഉണ്ടായിരുന്നു. പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കുട്ടികളാണെങ്കിൽ ഇതൊക്കെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ മുന്നേ പല വീഡിയോയിലും പറഞ്ഞ പോലെ അബ്രോഡ് MBBS സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൈനൽ എക്സാം മാത്രം അവർ ക്ലിയർ ചെയ്താൽ പോരാ. അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ബാക്കിയുണ്ട്. ആ എക്സാം പാസ്സായാൽ മാത്രമേ ഇന്ത്യയിൽ നമുക്കൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ആ എക്സാമിന്റെ പാസ് പെർസെന്റേജ് 20% അടുത്ത് മാത്രമാണ്. ഈ ഒരു എക്സാം ഈസി ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കുട്ടികൾ പാസ് ആവണമെങ്കിൽ തേർഡ് ഇയർ മുതൽ പ്രോപ്പർ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അബ്രോഡ് പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും തേർഡ് ഇയർ മുതൽ ഇതുപോലെ FMGക്കും നെക്സ്റ്റിനും വേണ്ടി ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അവർ ഫൈനൽ ഇയറിലാണ് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് FMG പാസ് പെർസെന്റേജ് ഇത്ര കുറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് എക്സാം വരുന്ന സമയത്ത് അത് അബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല ഇന്ത്യൻ സ്റ്റുഡൻസിനും ഉണ്ട്. അതായത് ഇപ്പോൾ ഉള്ള പോലെ മെഡിസിൻ കഴിഞ്ഞ് ഉടനെ ഗ്രാജുവേറ്റ് ചെയ്യുന്ന രീതി അങ്ങോട്ട് മാറും ഇന്ത്യയിൽ. അവർക്കും നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിൽ പഠിച്ചാലും ശരി അബ്രോഡ് പഠിച്ചാലും ശരി നെക്സ്റ്റ് എക്സാം എഴുതേണ്ടി വരും. ഞാൻ അങ്ങനെ ആ ലൈബ്രറിയിലൂടെ നടക്കുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ഒരുപാട് ചെറിയ ചെറിയ ചേംബറുകൾ ഉണ്ടെങ്കിലും എല്ലാം ഫില്ലായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണ്. പക്ഷെ അതിലിരിക്കേണ്ടതിലും കൂടുതൽ കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സ്റ്റുഡൻസിലെ ഭൂരിഭാഗം സ്റ്റുഡൻസും ഉക്രൈനോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്ത കുട്ടികളാണ്. കാര്യം SU 2017 സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടത്തേക്ക് പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലമായിട്ടുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ SUവിൽ പഠിച്ചിറങ്ങിയ കുട്ടികളില്ല. ഇപ്പൊ പാസ്സാകുന്ന കുട്ടികളെല്ലാം ട്രാൻസ്ഫർ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ അങ്ങനെ ലൈബ്രറി മുഴുവൻ ചുറ്റിക്കണ്ടിറങ്ങി. അങ്ങനെ മുകളിലത്തെ നിലയിൽ നിന്ന് പിന്നെയും ഞങ്ങൾ താഴോട്ടേക്ക് വന്നു. മെഡിക്കലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓസ്കി സ്റ്റേഷൻസും അതേപോലെ തന്നെ ക്ലിനിക്കൽ സ്കിൽസിന്റെ മാൻകിൻസും. അപ്പോൾ അതെങ്ങനെയാണ്, എത്ര ഓസ്കി സ്റ്റേഷൻസ് ഉണ്ട്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ആദ്യം വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോകണ്ട. ഈ ബ്ലോക്കിലാണ് ക്ലിനിക്കൽ സ്കിൽസ് ലാബുകൾ ഉള്ളത്. ഞങ്ങൾ ക്ലിനിക്കൽ സ്കിൽസ് ലാബിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഒരു ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറി നോക്കിയ സമയത്ത് അവിടെ ഒരുപാട് മാൻകിൻസുകളും സിലിക്കൺ പാർട്സും ഉണ്ടായിരുന്നു. അതായത് ഡയബറ്റീസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിലിക്കൺ പാർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ IV ചെയ്ത് പഠിക്കാനുള്ള ഒരു IV ആം സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. IVയുടെ ട്യൂബുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ. അതുപോലെ തന്നെ ഇന്റർമസ്കുലർ ഇഞ്ചക്ഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു ലാബ് നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ കയറിയ പോലെ തോന്നും. ഡിഫറെന്റ് വാർഡുകൾ കർട്ടൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്തതുപോലെ. പക്ഷെ ഇത് ഓരോന്നും ഓരോ സ്റ്റേഷൻസ് ആയിരുന്നു. ആ ഒരു റൂമിലുള്ള ഭൂരിഭാഗം മാൻകിൻസും മൾട്ടി പർപ്പസ് മാൻകിൻസ് ആയിരുന്നു. ഒന്നാമത്തെ സ്റ്റേഷനിൽ ഞാൻ കയറിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് എയർവേ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു മാൻകിനാണത് എന്നാണ്. ഫീഡിങ്സും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ എയർ കംപ്രസറും ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേഷനിൽ കയറിയപ്പോൾ അതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മാൻകിനായിരുന്നു. ഉള്ളിലുള്ള പാർട്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതിന്റെ പേര് ട്രാൻസ്പെറന്റ് ഗാസ്ട്രിക് ലെവേജ് സ്റ്റിമുലേറ്റർ എന്നാണ്. നാസൽ കാവിറ്റിയും ഓറൽ കാവിറ്റിയും തുടങ്ങി അബ്ഡോമിൻ പാർട്ട് മുഴുവൻ നമുക്ക് പുറത്ത് നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയത്. ഇതൊരു മൾട്ടിപർപ്പസ് മാൻകിനാണ്. ഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേഷൻ വരെ നമുക്ക് ഇതിൽ ചെയ്ത് പഠിക്കാൻ പറ്റും. അടുത്ത സ്റ്റേഷനിൽ പോയപ്പോൾ അത് കണ്ടപാടെ തന്നെ എനിക്ക് മനസ്സിലായി ECG പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാൻകിനാണ്. അതിന്റെ നെഞ്ചിലുള്ള പിന്നുകളുണ്ടല്ലോ അത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാൻകിനിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഡിഫറന്റ് ECG വേരിയേഷൻസ് ഉണ്ടാവും. നോർമലും അബ്നോർമലും ആയിട്ടുള്ള അത് നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. അടുത്ത സ്റ്റേഷനിൽ പോയപ്പോൾ അതിലൊരു അപ്പർ ബോഡി മാൻകിനായിരുന്നു ഉണ്ടായിരുന്നത്. മെന്ന്, വുമണ്, ഏജ്ഡ് വുമണ്, ഇങ്ങനെ ഡിഫറെന്റ് മാൻകിൻസ് അവിടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് സെഷനിലുള്ള മാൻകിൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് CPR പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാൻകിൻ ആണെന്നാണ്. സാധാരണ ഈ ഒരു മാൻകിന്റെ കൂടെ എയ്ഡ് കിറ്റും കൂടെ വരാറുണ്ട്. എയ്ഡ് എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫ്യൂബിലേറ്റർ. ഈ മാൻകിൻസ് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയുള്ള കുട്ടികളും ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് പഠിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഇതുപോലുള്ള ലാബുകൾ ഭൂരിഭാഗം കുട്ടികൾ യൂസ് ചെയ്യാറില്ല. ഭൂരിഭാഗം കുട്ടികളും ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇതൊക്കെ പഠിക്കാറുള്ളത്. ഇതിപ്പോൾ കത്തീഡ്രൈസേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. അപ്പോൾ കത്തീഡ്രൈസേഷൻ നമുക്കറിയാം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെന്നാണെങ്കിൽ മെന്ന്, വിമൻ ആണെങ്കിൽ വിമന്. അപ്പോൾ ആ പാട്ട് മാറ്റിയതിന് ശേഷം കത്തീഡ്രൈസേഷൻ പഠിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇഞ്ചക്ഷൻ പാഡാണ്. ഇഞ്ചക്ഷൻ പാഡ് നമുക്ക് ഇന്റർമസ്കുലർ ഇഞ്ചക്ഷനും നോർമൽ ഇഞ്ചക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിന് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും അതിനുള്ള ഇഞ്ചക്ഷനും പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ബ്ലഡ് പ്രഷറാണ്. ബ്ലഡ് പ്രഷർ ക്ലാസ് എടുക്കുന്നത് നമുക്ക് വലിയ വെച്ചുണ്ടാക്കാൻ പറ്റില്ല. ഇത് സ്വിച്ചറിങ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അവിടെ ശ്രദ്ധിച്ചത് ബട്ടക്സ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു മാൻകിൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കൂലേ അതൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അവിടെ ഞങ്ങൾ ഉള്ളിലുള്ള റൂമിൽ കയറിയപ്പോൾ അത് കംപ്ലീറ്റ് ഗൈനക് ആൻഡ് പീഡിയാട്രിക്സ് മാൻകിൻസ് ആയിരുന്നു. ചൈൽഡ് ICU, വെന്റിലേറ്റർ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറിന്റെ സമയത്ത് എങ്ങനെയാണ് ബേബി വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് വേണ്ടത്, അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഉണ്ട്. എല്ലാം മോഡേൺ മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അവർ ഇത്രയും അധികം ഇൻക്യുബേറ്ററുള്ള ലാബുകൾ നിങ്ങൾക്ക് ജോർജിയയിലുള്ള വേറൊരു യൂണിവേഴ്സിറ്റിയിലും കാണാൻ പറ്റില്ല. ഇതാണ് SUയുടെ മൊത്തം സ്ട്രക്ചർ. ക്ലിനിക്കൽ സ്കിൽസ് ലാബിൽ ഒരുപാട് മാൻകിൻസ് ഉണ്ടായിരുന്നെങ്കിലും കെന്നിലേഷന്റെ ആമു മാത്രമായിരുന്നു ഒരുപാട് യൂസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ലാബൊക്കെ കംപ്ലീറ്റ് കണ്ട് പുറത്തിറങ്ങി. ഈ ലാബ് മാത്രമല്ല ഇവിടെ വേറെയും ലാബുകളുണ്ട്. എന്നാൽ പിന്നെ അടുത്തൊരു ലാബിലേക്ക് പോകാന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അതൊരു കംപ്ലീറ്റ് സർജറി സ്റ്റിമുലേഷൻ സെന്റർ ആയിരുന്നു. SUയുടെ സ്റ്റിമുലേഷൻ സെന്ററിലാണ്. സ്റ്റിമുലേഷൻ സെന്ററിൽ പോയി നോക്കാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത്.
ഇതിൽ നമുക്ക് സ്പെസിഫിക് ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് പോലുള്ള ഓരോ ഡിസീസുകൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിസീസ് എന്നുള്ള ഡയഗ്നോസിസും അതിനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടി വരും. പിന്നെ സൈനും സിംറ്റംസും വെച്ചിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ലാബാണ്. സർജറിയുടെ ഇത്രയും വലിയ ലാബ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എക്യുപ്മെന്റ്സിൽ പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം ജോർജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലേണിംഗിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു സർജറി സിമുലേഷൻ സെന്റർ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ അനാട്ടമി ക്ലാസ് റൂം കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അനാട്ടമി ക്ലാസ് റൂമുകളിൽ ബോൺസും മസിൽസ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഡെമ്മികൾ ഉണ്ടായിരുന്നു. ക്ലാസ്സുകളൊക്കെ ഭയങ്കര നീറ്റ് ആയിരുന്നു, ഫർണിച്ചറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് എസ്സിയിലുള്ള ഒരു അനാട്ടമി ക്ലാസ് റൂമാണ്. സ്കള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിജിറ്റൽ ക്ലാസ് റൂമാണ്. അവിടെ ഞങ്ങൾ മൈക്രോസ്കോപ്പ് ഉള്ള ഒരു ലാബിലേക്ക് പോയി. ബയോ കെമിസ്ട്രീൻ്റെ ഒക്കെ മൈക്രോസ്കോപ്പ് ലാബാണ്. മൈക്രോസ്കോപ്പുകളുണ്ട്, പക്ഷേ ഇത് മോഡേൺ മൈക്രോസ്കോപ്പാണ്. ആ മൈക്രോസ്കോപ്പുകളെല്ലാം ഡിജിറ്റൽ മൈക്രോസ്കോപ്പുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് LCD സ്ക്രീനിൽ കാണാൻ പറ്റും. അതിന്റെ തൊട്ടടുത്ത റൂമിൽ തന്നെ VR അനാട്ടമി ലാബ് ഉണ്ടായിരുന്നു. അതായത് VR ഗ്ലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അനാട്ടമി പഠിക്കാം, ഹ്യൂമൻ ബോഡി ഒബ്സർവ് ചെയ്യാൻ പറ്റും. നോർമലി ജോർജിയ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കഡാവർ ഇല്ല. 3D സിമുലേറ്റർ വെച്ചിട്ടാണ് സാധാരണ ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളിലും അനാട്ടമി പഠിക്കുന്നത്. അപ്പോൾ ക്യാമറയും പിന്നെ അതേപോലെ തന്നെ കയ്യിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് എക്യുപ്മെന്റ്സും ആണ്. ആദ്യമായിട്ടാണ് ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ VR സിമുലേറ്റർ കാണുന്നത്. ഇത് നമുക്ക് ഹ്യൂമൻ ബോഡിന്റെ കംപ്ലീറ്റ് അനാട്ടമി കാണാനും അത് ഡൈസെക്ട് ചെയ്യാനും പറ്റും. എനിക്ക് തോന്നുന്നത് ജോർജിയയിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിലും വെർച്വൽ റിയാലിറ്റി ലാബ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അടുത്ത ഞങ്ങൾ ഹിസ്റ്റോളജി ക്ലാസ് റൂമിൽ ഒന്ന് കയറി ഇറങ്ങി. ഇത് നോർമൽ മുന്നേ നമ്മൾ +2 പഠിച്ചേക്കണേ അതേപോലുള്ള നോർമൽ മൈക്രോസ്കോപ്പാണ്. നേരത്തെ കണ്ട ഡിജിറ്റൽ മൈക്രോസ്കോപ്പാണ്. അവിടെ ഞങ്ങൾ നേരെ ബയോ കെമിസ്ട്രി ലാബിലേക്ക് കയറി. ചെറിയൊരു ബയോ കെമിസ്ട്രി ലാബായിരുന്നത്. അത്യാവശ്യം വേണ്ട എക്യുപ്മെന്റ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ബയോ കെമിസ്ട്രീൻ്റെയും കെമിസ്ട്രീൻ്റെയും ലാബാണത്. ബയോ കെമിസ്ട്രി ലാബ് എനിക്ക് തോന്നുന്നത് UG യുടേതാണ് ഏറ്റവും വലിയ ലാബ്. ഇത് കുറച്ചുകൂടെ ചെറുതാണ്. UG കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ ലാബാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാം അടിപൊളിയാണ്. ബയോ കെമിസ്ട്രിൻ്റെ ബീക്കറുകളും ടെസ്റ്റ് ട്യൂബുകളും പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് മെഷർമെന്റ്സ് ചെയ്യാനുള്ള എക്യുപ്മെന്റും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് സമയത്ത് യൂണിവേഴ്സിറ്റി മുഴുവൻ ചുറ്റിക്കണ്ട് ഒരുപാട് കുട്ടികളോട് സംസാരിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു. എനിക്ക് മനസ്സിലായത് ഈ ഒരു യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണ്. ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. എന്നാൽ ഇവിടെ മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ അത്രയും സ്ട്രിക്റ്റ് ഇല്ല. അറ്റൻഡൻസ് ഒന്നും അത്ര കമ്പൽസറി അല്ല. അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് നന്നായിട്ട് ഉഴപ്പുണ്ട്, അതേ സമയത്ത് മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും, ഡിസ്ട്രാക്ഷനിലേക്കൊന്നും അധികം പോകില്ല എന്നുള്ള കുട്ടിയൊക്കെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നല്ലത്. അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പോലെ ഒരുപാട് പ്രോഗ്രാംസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതൊക്കെ നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് നല്ലതല്ല എന്നല്ല പറയുന്നത്, അത് നല്ലതാണ്. പക്ഷേ പല കുട്ടികളും അതിൽ മാത്രമായി പോകുന്നുണ്ട്. ഞാൻ ഇവിടെയുള്ള പല കുട്ടികളോടും സംസാരിച്ചു. ഭൂരിഭാഗം കുട്ടികളും നല്ല ഒപ്പീനിയനാണ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, ഇവിടുന്ന് പുറത്തേക്ക് ഉള്ളിലേക്കും വരാൻ പറ്റും. ഇപ്പോൾ SU ഇറങ്ങാണ്. എനിക്ക് തോന്നുന്നു SUവിലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, അതായത് ഇവിടെയുള്ള ക്ലാസ് റൂമുകളും ലാബും VR ലാബും അനാട്ടമി ലാബും പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ടാക്സി ഇട്ട് നേരെ എൻ്റെ റൂമിലേക്ക് പോയി. നാളെ നമുക്ക് ജോർജിയയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടിബിലിസി മെഡിക്കൽ അക്കാദമി കാണാൻ പോകും.